إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിലെ അമൂല്യമായ സമ്പത്താണ്. അവർക്ക് പല രൂപത്തിലുള്ള ഉപദേശങ്ങൾ നമ്മൾ നൽകാറുണ്ട്. മക്കൾക്ക് അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതകളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു പിതാവ് തന്റെ മകന് നൽകിയ ഉപദേശങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ലുഖ്മാൻ. ആ സൂറത്തിന് ആ പേര് വരാനുള്ള കാരണം ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ അവന് വേണ്ട ഉപദേശങ്ങൾ നൽകിയതുകൊണ്ടാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി അതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദു. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് ഉപദേശങ്ങൾ നൽകുകയാണ്.
ഒന്നാമത്തെ ഉപദേശം യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അതായിരുന്നു ഒന്നാമത്തെ ഉപദേശം. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അക്രമമാണ് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്നതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, ആദ്യമായി ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ചെയ്യപ്പെടുത്തുന്നത് അല്ലാഹുവിൽ നീ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. നമ്മെ സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ പരിപാലിക്കുകയും ഈ ഭൂമി ലോകത്ത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സംവിധാനിച്ച റബ്ബിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ്. അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മരണം ആസന്നമായ സമയത്ത് തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരാധിക്കും? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅ്ഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണമാസന്നമായ സമയത്ത് തന്റെ മക്കൾ അരികിലേക്ക് വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കും? വളരെ പ്രസക്തമായ ചോദ്യം. ഈ സമയത്ത് ആ മക്കൾ നൽകുന്ന മറുപടി നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. അവർ പറഞ്ഞത് യഅ്ഖൂബ് നബിയുടെ അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ഇസ്മാഈൽ നബിയുടെ ഇസ്ഹാഖ് നബിയുടെ രക്ഷിതാവായ ഇലാഹായ അല്ലാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കും എന്നാ മക്കൾ അദ്ദേഹത്തിന് മറുപടി നൽകി. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആദ്യമായി നൽകേണ്ട ഉപദേശം ആദർശപരമായിട്ടുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് തൗഹീദ് എന്താണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ, ശിർക്കിന്റെ ഗൗരവത്തെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഒരാൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന്റെ സൽക്രമങ്ങളെ, ആരാധനകളെ, ഇബാദത്തുകളെ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന്. തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈമാനികപരമായി ജീവിക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. രണ്ടാമത് വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മാതാപിതാക്കളോട് പാലിക്കേണ്ട മര്യാദകളെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മുടെ മാതാപിതാക്കൾ, മാതാവ് നമ്മെ ഗർഭം ചുമക്കുകയും അതേപോലെ തന്നെ വളരെ പ്രസവ വേദന സഹിച്ചുകൊണ്ട് നമ്മെ പ്രസവിക്കുകയും വളരെ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ട, ഒരു കുട്ടിക്ക് വേണ്ട എല്ലാവിധ പരിപാലനവും നൽകി നമ്മെ വളർത്തി വലുതാക്കി. ആ മാതാപിതാക്കളോട് വളരെ കരുണയോടെ, നന്ദിയോടുകൂടി വർത്തിക്കണം എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയും. നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾക്ക് നാം എന്തു പകരം നൽകിയാലും തുല്യമാവുകയില്ല എന്ന്. നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പരിപാലിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മാതാപിതാക്കളോട്
ചേ എന്ന ഒരു വർത്തമാനം പോലും പറയാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. മാതാപിതാക്കളെ പരിപാലിക്കാതെ സ്വർഗം നഷ്ടമാകുന്ന ഹതഭാഗ്യവരെ പറ്റി വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഒരാൾ തന്റെ മാതാപിതാക്കളെ നല്ല രൂപത്തിൽ പരിപാലിച്ച് അവർ മരണപ്പെട്ടാൽ അവരെ പരിപാലിച്ചതിന്റെ പേരിൽ അവർക്ക് സ്വർഗമുണ്ട്, മക്കൾക്ക് സ്വർഗമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും വളരെ ഖണ്ഡിതമായി നമ്മെ പഠിപ്പിച്ചതാണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ 2 പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലും, രണ്ടാമത്തത് മാതാപിതാക്കളെ പരിപാലിക്കാതിരിക്കലുമാണ് എന്ന്. ആ ഒരു തിരിച്ചറിവ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാനും അവരെ പരിപാലിക്കാനും വാർദ്ധക്യത്തിന്റെ സമയത്ത് അവർക്ക് വേണ്ട എല്ലാവിധ സഹവാസങ്ങളും നമ്മുടെ സമീപനങ്ങളും അവർക്ക് നൽകാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നമ്മളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇനിയോ മാതാപിതാക്കൾ അവർ അവിശ്വാസികളാണ് എങ്കിൽ ശിർക്ക് ചെയ്യാൻ വേണ്ടി, തിന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിച്ചാൽ അവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ചില ആളുകൾക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ചില സ്വഹാബികൾക്ക് ഉണ്ടായിരുന്നു. അതായത് ചില ആളുകൾ തൗഹീദ് സ്വീകരിക്കും, മുസ്ലിമാകും, പക്ഷെ അവരുടെ മാതാപിതാക്കൾ ആ ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ടാവുകയില്ല. എന്നാലും അതിന്റെ പേരിൽ മാതാപിതാക്കളോടുള്ള സാമീപ്യങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കണം. ശിർക്ക് ചെയ്യാൻ വേണ്ടി, തെറ്റ് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ നമ്മോട് കൽപ്പിച്ചാൽ അവരെ അനുസരിക്കേണ്ടതില്ല എന്ന് ശുദ്ധ ഖുർആൻ അടിവര ഇട്ടുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം 2ാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വേഷം മാറി തന്റെ പ്രജകളുടെ അവസ്ഥകൾ ആരായാൻ വേണ്ടി ഇങ്ങനെ രാത്രി കാലങ്ങളിൽ സഞ്ചാരത്തിനു വേണ്ടി അദ്ദേഹം ഇറങ്ങി. അങ്ങനെ ഒരു കുടിലിന്റെ സമീപം എത്തിയപ്പോൾ ഒരു മാതാവ് തന്റെ മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പൊ ആ മകൾ മാതാവിന് നൽകുന്ന മറുപടി, ഉമ്മ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പാലിൽ വെള്ളം ചേർത്തുകൊണ്ട് കൃത്രിമത്വം കാട്ടി പാല് വിൽപ്പന നടത്താൻ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആ മാതാവ് മകൾക്ക് നൽകുന്ന മറുപടി, ഉമർ ഇത് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് നീ വെള്ളം ചേർത്തുകൊണ്ട് പാലിന്റെ അളവിനെ വർദ്ധിപ്പിക്കുക. ആ മകൾ ഉമ്മാക്ക് നൽകിയ മറുപടി, ഉമർ കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹു ഉമ്മ ഇത് കാണുന്നില്ലേ എന്നാ മകൾ മറുപടി പറഞ്ഞു. ഇതാര് കേൾക്കുകയാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഒരു തെറ്റിൽ തന്റെ മാതാപിതാക്കളെ ഒരു ചെറിയ കാര്യത്തിന് വരെ തെറ്റായതിന്റെ പേരിൽ, തിന്മയായതിന്റെ പേരിൽ ആ മകൾ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ സ്വഭാവ മഹിമയും സത്യസന്ധതയിലുള്ള അവളുടെ കണിശതയും പാലിച്ചുകൊണ്ട് തന്റെ മകൻ ആസിം റളിയല്ലാഹു അൻഹുവിന് ആ മകളെ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. അതായത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് തിന്മയിൽ മാതാപിതാക്കളെ ശിർക്ക് ചെയ്യാൻ വേണ്ടി അവർ നമ്മോട് ആവശ്യപ്പെട്ടാൽ അതിനെ അനുസരിക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. ഒരു കാര്യം അത് എത്ര ചെറുതാണെങ്കിലും, അത് ആകാശത്തുള്ളതാണെങ്കിലും ഭൂമിയിലുള്ളതാണെങ്കിലും ഒരു പാറക്കെട്ടിന്റെ അടിയിലുള്ളതാണെങ്കിലും അത് എത്ര ചെറുതാണെങ്കിലും അല്ലാഹു കൊണ്ടുവരാൻ വിചാരിച്ചാൽ അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന്. അഥവാ ഏതൊരു ചെറിയ കാര്യമാകട്ടെ, അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണ് എന്നാണ്.
അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവില്ലാതെ ഈ ലോകത്ത് ഒരു കാര്യവും സംഭവിക്കുകയില്ല എന്ന ആ വിശ്വാസം നിനക്കുണ്ടാകണം. തന്റെ മകനെ നൽകുന്ന ഒരു ഉപദേശമാണ്. അള്ളാഹുവിന്റെ അറിവില്ലാതെ ഈ ലോകത്ത് ഒരു ഇല പോലും കൊഴിയുകയില്ല എന്ന. ഒന്ന് ആലോചിച്ചു, ഈ ലോകത്ത് എത്ര മരങ്ങൾ ഉണ്ടാകും? ജലത്തിൽ വസിക്കുന്ന ഒരു മീൻ ചലിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അറിവുണ്ടാകണമെന്ന. അള്ളാഹുവിന്റെ അറിവില്ലാതെ ഈ ലോകത്ത് ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഒരു തിന്മ പോലും പ്രവർത്തിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് പൊന്നുമോനെ നിനക്കുണ്ടാകണം എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് ഉപദേശം നൽകുകയാണ്. നമ്മൾ രഹസ്യമായി ചെയ്യുന്നത്, ആരും കാണുകയില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം പോലും അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി അത് അറിയിക്കപ്പെടും എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളായിക്കൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിൽ നിന്ന് ഈ ലോകത്ത് ഒന്നും മറച്ചുവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അത് വളരെ കൃത്യമായി തന്റെ മകന് നൽകുന്ന ഉപദേശമാണ്. അതേപോലെ തന്നെ ആരാധനകളുടെ വിഷയത്തിൽ, യാ ബുനയ്യ അഖിമിസ് സ്വലാ, പൊന്നുമോനെ നീ നിന്റെ ജീവിതത്തിൽ നിസ്കാരം നിലനിർത്തണം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവിധ പ്രവാചകന്മാരും സ്വഹാബികളും അവർക്കൊക്കെ നമസ്കാരം എന്നുള്ള ഇബാദത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നിസ്കാരം എന്നുള്ളത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഇബാദത്താണ്. ഒരാളുടെ മരണം വരെ അത് കൃത്യമായി 5 വക്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കണം. അതേപോലെ തന്നെ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളുടെ എല്ലാം ഭാഗമാകാൻ നമുക്ക് സാധിക്കും. ഒരു തിന്മ കണ്ടാൽ അതിലേക്ക് പങ്കുചേരാതെ ആ തിന്മകളെ എതിർക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകറൻ ഫലിയുഗയ്യിർ ബിയദിഹി, ഒരു തിന്മ നിങ്ങൾ കണ്ടാൽ ഉടനെ നിങ്ങളുടെ കൈ കൊണ്ട് ആ തിന്മയെ നിങ്ങൾ തടയുക. ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് അതിനെ തടയുക. ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി, അതിനു നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങൾ ആ തിന്മയെ വെറുക്കുക. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശം. ഒരു തിന്മയെ നമ്മൾ കാണുകയാണ് എങ്കിൽ ആ തിന്മയെ തടയാൻ നമുക്ക് സാധിക്കും. ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നവനും തിന്മകളെ തടയുന്നവനുമാണ് എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം 950 വർഷക്കാലം നിരന്തരമായി പ്രബോധനം നടത്തിയെന്നാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചത്. നന്മ കൽപ്പിച്ചതിന്റെ പേരിൽ, അതേപോലെ തന്നെ തിന്മകൾ തടഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹാബത്തിനും പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ അതിന് നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഒരാള് നന്മ കൽപ്പിച്ചതിന്റെ പേരിൽ, അതേപോലെ തന്നെ തിന്മകൾ വിരോധിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ വസ്ബിർ അലാ മാ അസാബക്, അവന് നേരിട്ട വിഷമത്തിൽ അവൻ ക്ഷമിച്ചു കൊള്ളട്ടെ എന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതിന്റെ പേരിൽ എന്ത് പ്രയാസം ഉണ്ടായാലും അത് നന്മകളായി അല്ലാഹു തആല നമുക്ക് നൽകുമെന്ന്. മാത്രമല്ല അദ്ദേഹം തന്റെ മകനോട് പറയുകയാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കാൻ പാടില്ല. എന്റെ മകന്, ചെറിയ കുട്ടിക്ക് നൽകുന്ന ഉപദേശം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാവും, സ്ഥാനമാനങ്ങൾ ഉണ്ടാകും, അധികാരങ്ങൾ വരും, പൈസകൾ വരും, വാഹനങ്ങൾ വരും, നല്ല ബിസിനസ് നല്ല രൂപത്തിൽ എത്തിപ്പെടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു റബ്ബ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ പൊന്നുമകനെ, പൊന്നുമോനെ, നീ നിന്റെ സംസാരത്തിലോ നിന്റെ പ്രവൃത്തിയിലോ നിന്റെ നടത്തത്തിലോ അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരും. നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്.
അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ, പല രൂപത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകും. ആ രൂപത്തിൽ അഹങ്കാരത്തോടെ സംസാരിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ജീവിതത്തിൽ വിനയത്തോടുകൂടി നടക്കുന്നവനായിരിക്കും. എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും ആ രൂപത്തിൽ അഹന്തതയുടെ, അഹങ്കാരത്തിന്റെ ഒരു വർത്തമാനം പോലും അവന്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഉണ്ടാവുകയില്ല. വീണ്ടും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് വഖ്സിദു ഫീ മശീക വഅ്ലുദു മിൻ സൗതി, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക. അതേപോലെ തന്നെ നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തണം. സ്വന്തം മകനോട് പറയുന്ന ഉപദേശമാണ്. വലിയ വായിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ശ്രോതാവിന്റെ ഹിതം മനസ്സിലാക്കി ആ രൂപത്തിൽ ഏറ്റവും മാന്യതയോടെ, ക്ലാരിറ്റിയോടുകൂടി ആളുകളോട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. ചിലരുടെയൊക്കെ സംസാരങ്ങൾ അശ്ലീലതകൾ പറയുന്ന ആള്, വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആള്, വായാടിത്തത്തോടുകൂടി സംസാരിക്കും. ചില ആളുകളുടെയൊക്കെ സംസാരം കേട്ടാൽ നമ്മളൊക്കെ പറയും അവനെ അടിക്കാൻ തോന്നും. ആ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ. അങ്ങനെ പാടില്ല എന്ന മിതമായ രൂപത്തിൽ നമ്മുടെ ശബ്ദത്തെ താഴ്ത്തി നല്ല രൂപത്തിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു വരി പോലും നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് തന്റെ മകന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിയെ പഠിപ്പിച്ച് നല്ല രൂപത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ മക്കൾക്ക് ഈ രൂപത്തിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും പല കുട്ടികൾക്കും തോന്നാറുണ്ട്, എന്റെ മാതാവ്, എന്റെ പിതാവ് ഞാനൊരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ എന്നെ ഉപദേശിച്ചിരുന്നെങ്കിൽ, ഒരു തെറ്റിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അതിന്റെ അപകടം മനസ്സിലാക്കുമ്പോൾ എന്റെ പിതാവ്, എന്റെ മാതാവ് എന്നെ ഒന്ന് തിരുത്തി തന്നിരുന്നെങ്കിൽ. ഇന്ന് നമ്മുടെ കുട്ടികൾ ആലോചിച്ചു പോകുന്ന പല സന്ദർഭങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം നല്ല രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ചില ആളുകളുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ആപത്തുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി പണ്ട് മുതലേ ഉള്ള ഒരാചാരമാണ് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഏലസുകൾ കെട്ടുക, ഐക്കല്ലുകൾ കെട്ടുക എന്നത്. അത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, പല ആളുകളുടെയും വിശ്വാസം അങ്ങനെ ഏലസോ ഐക്കല്ലോ തന്റെ ശരീരത്തിൽ കെട്ടിയാൽ രോഗങ്ങളോ അപകടങ്ങളോ ആപത്തുകളോ തന്നെ ബാധിക്കുകയില്ല എന്ന വിശ്വാസമാണ് പല ആളുകൾക്കും ഉള്ളത്. ആ രൂപത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പല രൂപത്തിലുള്ള ജാറങ്ങളിലേക്കൊക്കെ അവർ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള നൂലുകളും ഊതിയ ഐക്കലും ഏലസൊക്കെ ശരീരത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഐക്കല്ല് കെട്ടുക, ഏലസ് കെട്ടുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും
രോഗം മാറാൻ, ആപത്തുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ വല്ല ഐക്കല്ലോ നൂലോ ഏലസോ കെട്ടിയാൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നാണ്. ഒന്നാലോചിച്ചു, നമ്മളൊക്കെ നിസ്സാരായിട്ട് കാണുന്ന കാര്യമായിരിക്കും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, പല നാടുകളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ ഇങ്ങനെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അരയിലും കഴുത്തിലും കയ്യിലും കാലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കെട്ടി അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വഹാബത്തും കൂടെയുണ്ട്. അങ്ങനെ ഒരാള് രോഗം മാറുന്നതിന് വേണ്ടി ഈ രൂപത്തിലുള്ള ഒരു നൂല് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് കാണുകയും അദ്ദേഹം പറഞ്ഞു, ഈ രൂപത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാ പറഞ്ഞു. ഇങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർത്ത് ഈ രൂപത്തിലാണ് നിന്റെ തവക്കുൽ എങ്കിൽ നീ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വ്യക്തിയെ ഉപദേശിച്ചു. നമ്മൾ തിരിച്ചറിയുക, നമുക്ക് രോഗം നൽകുന്നവൻ അള്ളാഹുവാണ്. ആ രോഗത്തെ മാറ്റാൻ കഴിയുക, ശിഫ നൽകുക അള്ളാഹുവിന് മാത്രമാണ്. അത് അള്ളാഹുവിന് മാത്രം സാധ്യമായതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആപത്തുണ്ടാകുക അള്ളാഹുവിന്റെ വിധിവിശ്വാസത്തിന്റെ ആ ഒരു വിധിയുടെ പുറത്താണ്. നമുക്കുണ്ടായ ഒരു ആപത്തിനെ മാറ്റാൻ കഴിയുക, ഒരു പരീക്ഷണത്തെ തടയാൻ കഴിയുക അള്ളാഹുവിന് മാത്രമാണ്. നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസം ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്നത്. അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങും. ഈ ഒരു വിശ്വാസമാണ് മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇതിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചു പോയാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലായി എന്ന്. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ റബ്ബ് അവനോട് ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച് തരികയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നമ്മൾ തിരിച്ചറിയണം. ശിർക്ക് ചെയ്യാതെ മരണപ്പെടാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരണപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനും പ്രമാണങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തൗഹീദോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റബ്ബേ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ കർമ്മങ്ങളെ എല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി നീ അനുഗ്രഹിക്കണമെന്നാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا